മൊത്തം മലയാളികൾ ദുഃഖവെള്ളി എന്ന് പറയും അല്ലേ? പക്ഷെ ലോകത്ത് മൊത്തം ഗുഡ് ഫ്രൈഡേ എന്നാ പറയുന്നത്. ഒരു ഓപ്പോസിറ്റ് ആയിട്ട് മലയാളികള് സങ്കട വെള്ളി അല്ലെ, ദുഃഖം നിറഞ്ഞ വെള്ളി എന്ന് പറയും. പലയിടങ്ങളിലും കറുത്ത ഉടുപ്പുമൊക്കെ ഇട്ട് കറുത്ത വേഷമൊക്കെ ഇട്ടുകൊണ്ട് പോകും. ഒരു ഭയങ്കര കരച്ചിലും ബഹളവും സങ്കടങ്ങളും ഒക്കെ. പക്ഷെ ഇന്ന് വിശ്വാസി സമൂഹത്തിന്റെ കൂടെ നിന്ന് ഹല്ലേലൂയ, യേശു കർത്താവ് വീണ്ടും വരും എന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ, എത്ര ഭാഗ്യം ഉള്ളവരാ, എത്ര ധന്യരാ നമ്മൾ ഓരോരുത്തരും. വി ആർ സോ റിച്ച്. എന്താ വെച്ചാല് കർത്താവ് വീണ്ടും വരും. കർത്താവ് വീണ്ടും വരുന്നത് വരെ നമുക്കൊരു ഉറപ്പുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യക്തിപരമായി നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ കഴുകി കളയാൻ വേണ്ടി ഹല്ലേലൂയ ഒരുവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മരണമില്ലാത്തവനായി വാഴുന്നു. ഹല്ലേലൂയ. എല്ലാ വർഷവും യേശുവിനെ പിടിച്ച് കുഴിച്ച് അടക്കിയിട്ട് പിന്നെ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കണ്ടേ ആ ചടങ്ങിലൂടെ നമുക്ക് ആർക്കും യേശുവിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഇനി ഒരു യാഗമില്ല എന്ന് ഹെബ്രായരുടെ ലേഖനത്തിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു യാഗമില്ല. ഇനിയും നമ്മൾ പാപം ചെയ്താൽ ഇനിയും വേറൊരു യാഗമില്ല. ഇനിയും എല്ലാ തവണയും ഹല്ലേലൂയ യേശുവിനെ ക്രൂശിച്ച് ഹല്ലേലൂയ അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ഇനിയും ഒരു അവസരമില്ല. ഹെബ്രായരുടെ ലേഖനം 10:18 വാക്യം ഇങ്ങനെ പറയുന്നു, and when sins have been forgiven, there is no need to offer any more sacrifices. ഇനിയും യാഗങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനിയും കിടന്ന് എൻ്റെ പാപങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് ഇടിവിൽ നിൽക്കാൻ വേറെ കുറെ ക്രിയകൾ ചെയ്തിട്ട് ഇനിയും കാര്യമില്ല. 14 വാക്യം പറയുന്നു, ഹെബ്രായർ 10:14 പറയുന്നു, for by that one offering he forever made perfect those who are being made holy. ആ ഒരു വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കണ്ടോ? എന്താ നിങ്ങളുടെ വായിച്ച? ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും എല്ലാ കാലത്തേക്കും ഫോർ എവർ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. യു ബീയിങ് മെയ്ഡ് ഹോലി. എങ്ങനെയാ? ഒരേ ഒരു യാഗത്താൽ, ബൈ ദാറ്റ് വൺ ഓഫറിംഗ്, എല്ലാ കാലത്തിലേക്കും forever he has made perfect those who are being made holy. അല്ലെ, ഇനി ഒരു യാഗമില്ല. ഈ ഒരു യാഗത്താൽ, യേശു കർത്താവിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ യാഗത്താൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടു. ഇനിയും വീണ്ടും 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 കർത്താവിനെ കാൽവരി ക്രൂശിൽ കയറ്റുകയും കരയുകയും നിലവിളിക്കുകയും അടക്കിയിടുകയും വീണ്ടും ഉയർത്തെഴുന്നോ. ഹല്ലേലൂയ. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ പെർഫെക്റ്റഡ് ആണ്, നമ്മൾ സൽഗുണപൂർണരാണ്. എവിടെ? യേശുവിന്റെ ആ യാഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ യാഗത്താൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടു, പെർഫെക്റ്റ് ആയി. അതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇനി ഒരു യാഗമില്ല, ഇനി ഒരു ചടങ്ങില്ല, ഇനി ഒരു ക്രിയയില്ല. യോഹന്നാന്റെ സുവിശേഷം 19:30 വാക്യത്തിനകത്ത്, ജോൺ ചാപ്റ്റർ 19 വേഴ്സ് നമ്പർ 30, അതിനകത്ത് യേശു കർത്താവ് ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ കിടന്നിട്ട് തൻ്റെ ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ യേശു ഒരു വാക്യം പറയുന്നുണ്ട്. യേശു അവര് കൊടുത്ത കയ്പ് വീഞ്ഞ് വായിൽ നാവേൽ വെച്ച് രുചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. ഇത് തീർന്നു, ഇത് പൂർത്തീകരിച്ചു. എന്താണ്? യേശു കർത്താവിന്റെ ദൗത്യം ഭൂമിയിലുള്ളത് പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണം, ഹല്ലേലൂയ, യേശുവിന്റെ ശരീരത്ത് നിങ്ങൾക്കും എനിക്കും പകരം യേശു തന്റെ ശരീരത്ത് ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി എന്നേക്കുമായി മരിച്ചു. ഇത് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. എന്താണ്? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു, എനിക്ക് വേണ്ടി ഒരുവൻ പകരക്കാരനായി തീർന്നു. ഞാൻ നിത്യ നരകത്തിൽ പോയി നശിച്ച് പോകേണ്ടതിന് പകരം
എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പകരക്കാരനായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ സ്വാതന്ത്ര്യമായി പോകാൻ വേണ്ടി എൻ്റെ യേശു ഹല്ലേലൂയ എനിക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. ഇത് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. ഇത് ഓർത്ത് നമ്മൾ നന്ദി പറയണം. എനിക്ക് വേണ്ടി ഒരുവൻ അന്ന് ചെയ്തല്ലോ. ഇതിൽ ഞാൻ വിശ്വസിച്ചാൽ മതി ഞാൻ രക്ഷപ്പെടാൻ. ഹല്ലേലൂയ. ഇതേപോലൊരു രക്ഷ വേറെ എവിടെ ഉണ്ട്? വേറെ എല്ലാ റിലിജ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വേറെ ഏതൊരു രക്ഷയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും രക്ഷയല്ല. എന്താ, നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഇതേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങുന്ന ഒരു ജീവിതത്തിനകത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ വിശ്വസിച്ചാൽ മതി. യേശു ചെയ്തതിൽ വിശ്വസിച്ചാൽ മതി. നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ വിടിവിക്കപ്പെട്ടു. ഹല്ലേലൂയ. കണ്ടോ, യേശു പറഞ്ഞു തീർന്നു, പൂർത്തീകരിച്ചു. ഒരു കലാകാരൻ തൻ്റെ ചിത്രം വരച്ച് 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 ചിലപ്പോൾ 4 വർഷം 5 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും വരച്ചെടുക്കുന്നത്. ഇത് വരച്ചെടുത്ത് അത് കണ്ണിന് ഇമ്പമായ വിധത്തിൽ വരച്ചെടുത്ത് വൃത്തിയാക്കി അവിടെ വെച്ച് കഴിയുമ്പോൾ ആ വരക്കാരൻ പറയും, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇത് തീർന്നു. ഇനി ഒന്നും ചെയ്യാം. ഇനി എല്ലാ വർഷവും വന്നിട്ട് ഇതേൽ വരച്ചുകൊണ്ടിരുന്നാൽ അത് ഭംഗിയില്ലാത്തതായി പോവും. യേശു അതേപോലെ പറഞ്ഞു, ഈ പരമയാഗം തീർന്നു, ഇതോടെ തീർന്നു. ഇനിയും നമ്മൾ ഓരോരുത്തരും ഇതിൽ വിശ്വസിച്ചാൽ മതി. നമ്മൾ എത്ര അധികം സന്തോഷിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ പാപത്തിൽ നമ്മൾ മരിച്ചു പോയേനെ. യേശു ഇങ്ങനെ ഒരു പരമയാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ, വരാനിരിക്കുന്നവർക്ക് വേണ്ടി പോലും ഹല്ലേലൂയ ഒരു യാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ, ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പാപത്തിൽ മരിച്ചേനെ. ഹല്ലേലൂയ. ഒരു പ്രത്യാശയില്ലാത്തവരായി മരിച്ചേനെ. യേശു പറഞ്ഞു എല്ലാം തീർന്നു. എന്തൊക്കെ തീർന്നു? മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിനകത്ത് 61-ാം വാക്യത്തിനകത്ത്, മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 60, 61, 60, 61, ഹല്ലേലൂയ 59 തൊട്ട് 61 വരെ ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ, യേശുവിനെതിരെ കള്ളസാക്ഷികളായിട്ട് നിൽക്കുവാൻ വേണ്ടി അനേകരെ അവര് തപ്പിയെടുത്തു, അല്ലെ? ഒടുവില് പലവരും പറഞ്ഞു, ഞങ്ങള് കള്ളസാക്ഷിയായിട്ട് നിൽക്കാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത് അവന്റെ എതിരെ കള്ളം പറഞ്ഞ് അവനെ കള്ളത്തരത്തിൽ ക്രൂശിക്കാൻ വേണ്ടി ഞങ്ങള് കൂട്ടുനിൽക്കാം എന്ന് പലവരും അവിടെ പറഞ്ഞു. പലവരും പറഞ്ഞെങ്കിലും 2 പേരെ അവർക്ക് ചേർത്ത് കിട്ടി. എന്താ? ഒരു വലിയൊരു നുണ പറയാൻ. എന്ത് വരുന്ന നുണ? മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 61, 61-നകത്ത് 2 കള്ളന്മാര് വന്നിട്ട്, 2 കള്ളസാക്ഷികൾ വന്നിട്ട് അവര് കള്ളം പറഞ്ഞു. അവര് പറഞ്ഞു, എന്താണ് വലിയൊരു കള്ളം പറഞ്ഞത്? അവര് പറഞ്ഞ്, ഈ മനുഷ്യൻ പറഞ്ഞു, hallelujah, I am able to destroy the temple of God and rebuild it in 3 days. എന്താ പറഞ്ഞത്? ഒടുവിൽ 2 പേർ വന്ന് ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു. അപ്പൊ അവരെന്താണ് വലിയ നുണ വന്ന് പറഞ്ഞ് അവര് വന്നിട്ട് പറഞ്ഞു, ഇവൻ പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് ദൈവത്തിന്റെ ആലയം പൊളിച്ചേച്ച് എനിക്ക് 3 ദിവസം കൊണ്ട് അതിനെ പണിതെടുക്കാം എന്നിവൻ പറഞ്ഞു, അല്ലെ? അത് ഏറ്റവും വലിയ നുണയായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ അറിയാം നമുക്ക് നുണയാണെന്ന്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം വായിക്കുമ്പം യേശു കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഹല്ലേലൂയ, destroy this temple and in 3 days I will raise it up. hallelujah. എന്നിട്ട് അതിന്റെ 20, 21 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നത്, അവര് ജനം പറഞ്ഞു, അയ്യോ 46 വർഷം കൊണ്ട് പണിത ദേവാലയമാ, അത് പൊളിക്കുമെന്നാണോ ഇവൻ പറയുന്നേ? പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് പണിയുമെന്നാണോ പറയുന്നേ? അന്നേരം അതിന്റെ 21 പറയുന്നുണ്ട്, യേശു കർത്താവ് ദേവാലയത്തിനെ അല്ല പറഞ്ഞ്, തൻ്റെ ശരീരമായ മന്ദിരത്തിനെ കുറിച്ച് പറഞ്ഞ് എന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഹല്ലേലൂയ. അപ്പം യേശു പറയാത്ത ഒരു വാക്ക് മത്തായി സുവിശേഷം 26-ന്റെ 61-നകത്ത് 2 നുണയന്മാര് നുണ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 30-നകത്ത് യേശു പറഞ്ഞു, ഇറ്റ് ഈസ്
ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ സകല കള്ളത്തരങ്ങളും അവസാനിച്ചു. യേശു കർത്താവ് കാൽവരി ക്രൂശില് നമുക്ക് വേണ്ടി പരമയാഗമായതുകൊണ്ട് പിശാചി കെട്ടിപ്പൊക്കി വെച്ച സകല നുണകളും അവസാനിച്ചു, അല്ലെ? തീർന്നു. പറഞ്ഞ സകല കള്ളത്തരങ്ങളും തീർന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ നുണകളും അവസാനിച്ചു. സ്തോത്രം. കാൽവരി ക്രൂശിൽ സകല നുണയും അവസാനിച്ചു. പിശാചിന്റെ സകല ആയുധത്തിനെയും സകല ആയുധ വർഗങ്ങളും അവിടെ കാൽവരി ക്രൂശില് പൊളിഞ്ഞുപോയ ഒരു പകൽക്കാലമാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ സന്തോഷിക്കണം. എന്താ? ഈ ഗുഡ് ഫ്രൈഡേ വിളിച്ചു പറയുന്നു പിശാചിന്റെ സകല കള്ളത്തരങ്ങളെയും പൊളിച്ച് ഒരു പകലായിരുന്നു. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇനി നമ്മളത് വീണ്ടും അവതരിപ്പിക്കേണ്ട. പക്ഷെ വചനം നമ്മളോട് പറയുന്നു അത് തീർന്നു. ഹല്ലേലൂയ. ഇത് പൂർത്തിയായി തീർന്നു. സ്തോത്രം. കർത്താവിന് മഹത്വം. പലവരും ഓർക്കുന്നുണ്ടാവും ഇതെന്തിനാ വെള്ളിയാഴ്ച ആചരിക്കുന്നതെന്നല്ലേ? മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 42-ാം വാക്യത്തിനകത്ത്, മാർക്ക് ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 42, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഓൾ ഹാപ്പൻഡ് ഓൺ ഫ്രൈഡേ. കണ്ടോ? അപ്പം വെള്ളിയാഴ്ച ഒരു ദിവസമാ ഇത് നടന്നേ എന്ന് എന്ന് വചനത്തിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് സബത്ത് നാളിന് മുമ്പ് ഉള്ള പ്രിപ്പറേഷൻ ഡേ ആയിരുന്നു. വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സബത്ത് ആചരണത്തിന്റെയും മുമ്പ് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. അത് കാരണമായിരുന്നു ഹല്ലേലൂയ ഇത് വെള്ളിയാഴ്ച യേശു കർത്താവിനെ ക്രൂശിച്ചത്. അതുകൊണ്ട് ഇന്നും ലോകം വെള്ളിയാഴ്ച ഇതിനെ ആചാരങ്ങളിനകത്തും അനിഷ്ടങ്ങൾക്കകത്തും ഇരിക്കുന്നവര് ഇങ്ങനെ ആചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. ആചരിക്കുന്നത് വെള്ളിയാഴ്ച ഒരു ദിവസം ആചരണം വെച്ച് ആചരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ അവസാനിച്ചു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് അതിന്റെ 33, 34 വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നു, യേശു മരിക്കേണ്ട സമയമായപ്പം, കാൽവരി ക്രൂശിൽ പെടഞ്ഞ് മരണം അടുത്തോണ്ടിരിക്കുക. ആ മരിക്കേണ്ട സമയമായപ്പം ഭൂമി മൊത്തം പകൽ ആണെങ്കിലും ഇരുട്ടും കൊണ്ടങ്ങ് നിറഞ്ഞിട്ട് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ദൈവമേ നീ എന്നെ കൈവെടിഞ്ഞത് എന്തിന്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതും അവിടെ അവസാനിച്ചു. ഹല്ലേലൂയ. യേശുവിനെ ദൈവം ഒറ്റയ്ക്കാക്കി കളഞ്ഞു. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കാതെ ആക്കി കളഞ്ഞു. എന്തിനാണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സ്തോത്രം, എൻ്റെ ദൈവത്തിന് നമ്മളോടൊപ്പം കൂട്ടു നിൽക്കാൻ വേണ്ടി. ഹല്ലേലൂയ. യേശുവിനെ അവിടെ ഒറ്റപ്പെടുത്തിയാലേ, സ്തോത്രം, നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ ദൈവത്തോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ നമ്മൾ ഒറ്റപ്പെടാതെ ഇരിക്കത്തുള്ളൂ. ഒറ്റപ്പെട്ടു പോകുമ്പോൾ കർത്താവ് നമുക്ക് ആശ്രയമുണ്ട്. ഹല്ലേലൂയ. ഇന്നാരും ഒറ്റപ്പെട്ടു പോയവരല്ല. സ്തോത്രം. അവിടെ കാൽവരി ക്രൂശിൽ യേശുവിനെ പിതാവായ ദൈവം ഒറ്റയ്ക്കാക്കിയത് നമ്മളൊന്നും ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. യേശു കർത്താവിനെ കള്ളത്തരം പറഞ്ഞ് ക്രൂശിക്കപ്പെടുത്തിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആരും ഒരു കള്ളത്തരത്തിനകത്തും പെട്ടുപോകാതിരിക്കാനാ. യേശുവിനെ ഒറ്റയ്ക്കാക്കി കളഞ്ഞത് നമ്മൾ ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ, അല്ലയോ? ഇന്ന് നമ്മളൊക്കെ ഒറ്റയ്ക്കായി പോയി എന്ന് പറയുന്ന അവസ്ഥകളിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇടിവിൽ നിൽക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ യേശുവിനോ ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് ആ കാൽവരി ക്രൂശിൽ കയറി പരമയാഗമായി തീർന്നത്. സ്തോത്രം. എൻ്റെ യേശുവിനെ അങ്ങനെ ചെയ്തത്, യേശു ഒറ്റപ്പെട്ട് പോയത് നമ്മൾ ആരും ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാ. നമ്മൾ ആരും കളിയാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് വരുമ്പോ ഹല്ലേലൂയ അതിനകത്ത് യേശു തന്റെ ക്രൂശ് പിടിച്ച് 19-ന്റെ അതിന്റെ 18, 19 വാക്യം അവിടെ വരുമ്പോ, അല്ലെ 19, 20 വാക്യം വരുമ്പോ കളിയാക്കുന്ന വിധത്തില് പേരെഴുതി വെക്കുക. ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറഞ്ഞ് കളിയാക്കി വെച്ച അവിടെ എഴുതിയത്. എന്തിനാ? വരുന്നവരും പോകുന്നവരും കാഴ്ച വസ്തു പോലെ കാണുവാൻ വേണ്ടി, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കി കളിയാക്കാൻ വേണ്ടി. പലവരും അവനെ നോക്കി കളിയാക്കിയവരുണ്ട്. ഹല്ലേലൂയ. അവൻ ദൈവപുത്രനാണെങ്കിൽ വേണമെങ്കിൽ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ്
അല്ലെ, മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 32-നകത്ത് യേശുവിനെ കളിയാക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? അവര് കളിയാക്കിയിട്ട് യേശുവിനെ കൂടെ ക്രൂശിച്ചവര് പോലും, those who were crucified with Jesus, hallelujah, അവര് പോലും യേശുവിനെ കളിയാക്കുന്ന ഒരു ഭാഗം അവിടെ കിടപ്പുണ്ട് 32-ാം വാക്യത്തിനകത്ത്. മർക്കോസിന്റെ സുവിശേഷം 15-32. ഹല്ലേലൂയ എന്ന് വായിച്ചേ. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ കണ്ടോ, നമ്മള് വിശ്വസിക്കേണ്ടതിന് യേശു രാജാവ് ഒന്ന് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിനെ പേര് വിളിച്ച് അവര് കളിയാക്കി. ഇന്ന് നിങ്ങളെ ആരെങ്കിലും ഇരട്ടപ്പേരൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും ഇരട്ടപ്പേര് വിളിക്കാതെയും കളിയാക്കുന്നുണ്ടോ? കുറ്റം പറയുന്നുണ്ടോ? പുറകിൽ നിന്ന് അവൾ വലിയ പ്രാർത്ഥനക്കാരിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട, യേശു ഇതെല്ലാം നമുക്ക് വേണ്ടി വഹിച്ചതാ. അതുകൊണ്ട് ഇന്ന് നമ്മൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സ്തോത്രം പറയണം. ഇന്ന് നമ്മൾ തുള്ളിച്ചാടണം. യേശു എനിക്ക് വേണ്ടി അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതൊക്കെ അനുഭവിക്കണമായിരുന്നു. ഹല്ലേലൂയ. യേശു അനുഭവിച്ചതിന്റെ 4-1 അല്ലെങ്കിൽ 10-1 പോലും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കത്തുമില്ല. സ്തോത്രം. യേശു ഇതിനകത്തൂടെ കടന്നുപോയത് നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ആരും ഇനി ഇത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഇനിയും കുറെ സങ്കടങ്ങൾ അനുഭവിച്ചത് കൊണ്ട് ഇനി നമ്മൾ അങ്ങ് വലിയ എന്തോ നേടി എന്നൊന്നുമല്ല, യേശുവിനോട് ചേർത്ത് വെക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ലജ്ജ അനുഭവിക്കുന്നെങ്കിൽ, കുറവ് അനുഭവിക്കുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും എന്നെ കുറിച്ച് കള്ളം പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എന്നെ അടിച്ചു, എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ദാണ്ട് യേശു നമുക്ക് വേണ്ടി ഇതെല്ലാം അനുഭവിച്ചു. ഇന്ന് ആരെങ്കിലുമൊക്കെ, ഇന്ന് സഹോദരിമാരൊക്കെ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഭർത്താക്കന്മാരോ മക്കളോ ആരെങ്കിലുമൊക്കെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും തള്ളിക്കളഞ്ഞും ഒക്കെ ഭാരപ്പെടുന്നുണ്ടോ? യേശുവിന്റെ ഈ ക്രൂശിനോടൊന്ന് ചേർത്ത് വെക്കണം. ഹല്ലേലൂയ. യേശു അനുഭവിച്ച ഈ യാഗത്തിനോടൊപ്പം ഒന്ന് ചേർത്ത് വെക്കണം. എന്നിട്ട് പറയണം, കർത്താവേ നന്ദി, നീ ഇത് അനുഭവിച്ചതിനാൽ ഇനി ഞാനിത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിതിങ്ങനെ അനുഭവിച്ചത് കൊണ്ട് ഞാനങ്ങ് ശുദ്ധീകരിച്ച് അങ്ങ് വൃത്തിയുള്ളതായി, ഇനി അങ്ങനെയൊന്നുമില്ല. ഹെബ്രായർ വ്യക്തമായിട്ട് പറയുന്നു, ഹെബ്രായരുടെ ലേഖനം പറയുന്നു, ഇനിയൊരു യാഗം ഇല്ല. സ്തോത്രം. ഇനിയും നമ്മള് എല്ലാ ആണ്ടിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും യേശുവിന്റെ ഈ പീഡാനുഭവം, ഞാൻ ഈ പീഡാനുഭവം വീണ്ടും 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 യേശുവിനെ എന്തെങ്കിലും എടുത്ത് ഞാൻ യേശുവിനെ അടിച്ചു, അല്ലെങ്കിൽ കുഴിച്ചിട്ടു, ക്രൂശിക്കപ്പെട്ടു, ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൊളോസ്യരുടെ ലേഖനത്തിനകത്ത് വരുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇനിയും കുറെ ചടങ്ങുകളും ആചാരങ്ങളും നല്ല ദിവസങ്ങളും കാലങ്ങളും ഒന്നും നോക്കി നമ്മൾ ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്താ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് സത്യമായ യേശുവില നമ്മൾ വിശ്വസിക്കുന്നത്. ഈ നിയമങ്ങള് അല്ലെ, കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം തൊട്ട് ഒന്ന് മെല്ലെ ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. കണ്ടോ? അതൊന്നും കൂടെ വായിച്ചേ. നിങ്ങള് ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ നിങ്ങൾ മരിച്ചു. കണ്ടോ? ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാരും മരിച്ചവരാ. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരെങ്കിൽ ലോകത്തിന്റെ സകല പാഠങ്ങളിലും നമ്മൾ മരിച്ചവരാ. ലോകം ചെയ്യുന്ന പല കാര്യത്തിന്റെയും ഭാഗങ്ങളല്ല നമ്മൾ ഓരോരുത്തരും സ്പിരിച്വൽ ബീയിങ്സാ. നമ്മൾ ഓരോരുത്തരും ആത്മീയ മനുഷ്യരാ. അല്ലേ? ഇന്ന് ഈ വചനം കേൾക്കുമ്പം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ധൈര്യം എനിക്ക് വേണം, ഞാൻ കുറെ ചടങ്ങുകൾ ചെയ്തതല്ല, പക്ഷേ ഞാൻ വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ ഒരു ചടങ്ങ് ആ കർത്താവ് അവിടെ നടത്തിയത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതിനകത്ത് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാനൊരു സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്, ഹല്ലേലൂയ, എല്ലാ വർഷവും 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുവല്ല ചെയ്തത്. 2000 വർഷം മുമ്പ് ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്ന്, ഹല്ലേലൂയ,
പിതാവിന്റെ വലത്ത് ഭാഗത്ത് വാഴുക. ഹല്ലേലൂയ. ഞാനാകുന്നവൻ എന്നേക്കും അവസാനിക്കാതെ ജീവിക്കുക. ഹല്ലേലൂയ. യേശു മരിച്ചിട്ടില്ല. യേശു അന്ന് മരിച്ചതേ ഉള്ളൂ. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ജീവനോടെ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് യേശു കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് വാണോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് വാഴുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആരെങ്കിലും ഒക്കെ അയ്യോ എന്റെ കർത്താവേ, നിന്നെ ഞാൻ ഇന്ന് എല്ലാവരുടെ ഒപ്പം ഞാനും കരഞ്ഞ് കുഴിച്ചിട്ടാല് ഒരു യൂസുമില്ല. ഹല്ലേലൂയ. കർത്താവ് സ്വർഗത്തിലിരുന്ന് സങ്കടപ്പെടും. എന്തിനാണാവോ ഇവര് ഇങ്ങനെ സത്യം അറിഞ്ഞ് എന്ന് ഓർക്കും. നമ്മളെ ഓരോരുത്തരെയും വിടുവിച്ചിരിക്കുക. ഹല്ലേലൂയ. എഫെസ്യരുടെ ലേഖനം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. തന്റെ കരുണയും കൊണ്ടും കൃപയും കൊണ്ടും തന്റെ പുത്രന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. എങ്ങനെയാ വിലയ്ക്ക് വാങ്ങിയത്? ഹി പർച്ചേസ്ഡ് ആർ ഫ്രീഡം. നമ്മൾ എന്നേക്കും സ്വാതന്ത്ര്യം ഉള്ളവരാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന് മഹത്വം. ഇന്നൊന്ന് സ്തോത്രം പറഞ്ഞേ. നാം ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഇന്ന് നാമും വാഴുക. ഇന്ന് പറഞ്ഞേ, ഇനി ഞാൻ ഈ സങ്കടങ്ങളും നിരാശകളും ഒന്നും, കള്ളത്തരങ്ങളും നഗ്നതകളും പീഡനങ്ങളും വേദനകളും തോൽവികളും ഒന്നും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ യേശു എനിക്ക് വേണ്ടി പകരക്കാരനായത്. ഇനിയും ഈ പരമയാഗത്തിനപ്പുറം വേറൊരു യാഗമില്ല. ഇതോർത്ത് നമ്മൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഞാനിത് വീണ്ടും ഞാനിത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിച്ചാൽ മതി. എന്റെ കർത്താവ് ചെയ്തതിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ പീഡനങ്ങളിൽ നിന്ന് എനിക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആർക്കും ഇനി എന്നെ പീഡിപ്പിക്കാൻ പറ്റത്തില്ല, ബന്ധിക്കാൻ പറ്റത്തില്ല, ഒതുക്കിക്കളയാൻ പറ്റത്തില്ല. ഒരു കല്ലറയ്ക്കും അവനെ പിടിച്ചു കെട്ടാൻ പറ്റിയില്ല. സ്തോത്രം. ഇറ്റ് ഈസ് എ ഗുഡ് ഡേ. ഹല്ലേലൂയ. കർത്താവിനോട് സ്തോത്രം പറയണം, നന്ദി പറയണം. യേശുവേ, എനിക്ക് വേണ്ടി പകരക്കാരനായതിനാൽ സ്തോത്രം. എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടതിനാൽ ഉയർത്തെഴുന്നേറ്റതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആ യാഗത്തിലൂടെ കടന്നു പോയതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനത്തിനകത്ത് വചനം പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളമോ മരണമാ. ഹല്ലേലൂയ. ആ പാപത്തിന്റെ ശമ്പളം മൊത്തം യേശു വഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ സ്നാനപ്പെട്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും, നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇതെന്നാ വലിയ ഭാഗ്യമാ. ഇത് പരമ ഭാഗ്യമാ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. പാപത്തിന്റെ ശമ്പളമായ മരണം യേശു വഹിച്ചത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. റോമൻസ് 6:23 ഇങ്ങനെ പറയുന്നു. റോമാക്കാരുടെ ലേഖനം 6:23, 6:23. For the wages of sin is death, but the free gift of God is eternal life through Christ Jesus our Lord. എന്ന് വായിച്ചേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ നിത്യജീവൻ തന്ന കർത്താവിന് ഒന്ന് നമുക്ക് കൈയടിക്കാം. ഹല്ലേലൂയ. ഇത്ര വലിയ ഭാഗ്യം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, എന്റെ പാപവും എന്റെ ശാപവും എന്റെ മരണവും ഏറ്റുവാങ്ങി എനിക്ക് നിത്യജീവൻ തന്നു. ഓ ഹല്ലേലൂയ. അതിനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പുത്രനെ ചുംബിക്കുന്നെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ വാണ് ഹല്ലേലൂയ ആ ക്രിസ്തുവിനെയാ നമ്മൾ ചുംബിക്കുന്നത്. സ്തോത്രം. ഇന്ന് ലോകം ചെയ്യുന്ന ചടങ്ങിനകത്തൊന്നും നമ്മൾ പെട്ടുപോയവരല്ല. അതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാ. യേശു എന്റെ പാപവും എന്റെ ലജ്ജയും എന്റെ ശാപവും എന്റെ പീഡനങ്ങളും എന്റെ മേൽ കിടക്കുന്ന സകല നുണകളും കള്ളൻ കൊണ്ടിട്ട സകല കള്ളത്തരങ്ങളും എടുത്ത് മാറ്റിയതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇതിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും രക്ഷ വലുത. ഹല്ലേലൂയ. നമ്മൾ കേറിയിരിക്കുന്ന നിത്യജീവനകത്തേക്ക്, നിത്യജീവന്റെ അവകാശികളാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. എല്ലാ മഹത്വവും. ഇന്ന് നമ്മൾ വസിക്കുന്നത് ദൈവരാജ്യത്തിനകത്താ. ഹല്ലേലൂയ. കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ ആരാധനയും സകല പുകഴ്ചയും യേശുവിന് മാത്രം. ഹല്ലേലൂയ. പിതാവ്, സ്വർഗീയ പിതാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ
ഹല്ലേലൂയ, നമ്മളൊക്കെ നമ്മളുടെ പാപത്തിൽ മരിച്ചുപോയേനെ. പക്ഷെ യേശു നമുക്ക് വേണ്ടി ക്രൂശിതനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും നമ്മൾക്ക് വലിയ രക്ഷയുണ്ട്. ഇറ്റ് ഇസ് സച്ച് എ വണ്ടർഫുൾ ഡേ. ഹല്ലേലൂയ, യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. കർത്താവിനൊന്ന് സ്തോത്രം പറയാം. ഇന്നത്തെ ദിവസം മൊത്തം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം പറയാം. ഒരു തിരിച്ചറിയണം, ലോകം ചെയ്യുന്നത് പോലെ നമ്മൾ ആ ചടങ്ങ് ആചരിച്ച് അത് വീണ്ടും 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 ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. വേറൊരു യാഗമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത യാഗം, ഇറ്റ് ഇസ് പെർഫെക്റ്റ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്. അത് പൂർണ്ണമായ യാഗമായിരുന്നു 2000 വർഷം മുമ്പ് ചെയ്തത്. അതിന്നും നിലനിൽക്കുന്ന യാഗമാ. ഹല്ലേലൂയ. ആ യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് എല്ലാ മഹത്വവും ഗ്ലോറിയും യേശുവിന് മാത്രം.